ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവളുടെ ഒരു റൊമാൻസ് കണ്ടില്ലേ? ഒന്നിനും പറ്റിയില്ലെങ്കിൽ അവനെ കൊണ്ട് ഞാൻ അവക്കൊരു താജ്മഹൽ പണിയിക്കും. ശവകുടീരം. പാടിയും ഇവിടെ നിന്ന് പലതും കാണേണ്ടി വരും. വാ. ശതകോടീശ്വരൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതാ ഞങ്ങളുടെ സാറ്. ഈ ആസ്തിയെല്ലാം അനുഭവിക്കാൻ ഒരേ ഒരു മകനല്ലേ ഉള്ളൂ. ഒരു 10-25 തലമുറ വെറുതെ ഇരുന്ന് തിന്നു പിടിച്ചാ പോലും ഈ സമ്പത്തൊന്നും തീരാൻ പോകുന്നില്ല. അല്ല, നമ്മളാരാന്ന് പറഞ്ഞില്ല. ഈശ്വര, കേട്ടിട്ട് തന്നെ എന്തോ പോലെ. ആ സ്വത്തിന്റെ 10% കിട്ടിയാൽ തന്നെ ഞാൻ കിരീടം വയ്ക്കാത്ത രാജാവായി. എടോ, താനാരാണെന്ന്? രാജാവാടോ രാജാവ്. രാജാവോ? അതെ, ഞാൻ രാജാവ്. ആര്? അതെ, ഞാൻ എന്റെ പേരാ പറഞ്ഞത്. രാജാവി. നല്ല പേര്. ഒന്ന് ചോദിച്ചോട്ടെ, ഈ തമ്പുരാനൊരു സഹോദരി ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ടല്ലോ? ഉണ്ടായിരുന്നു. എന്നാ ഞാനും കേട്ടറിഞ്ഞത്. കേട്ടറിവാണേ. എന്നാലേ ആ കേട്ടതങ്ങട് മൊഴിഞ്ഞോട്ടെ. ഈ തമ്പുരാനൊരു സഹോദരി ഉണ്ടായിരുന്നു. വളരെ ചെറുപ്രായത്തിലെ ഏതോ ഒരു ദരിദ്രവാസിയുടെ കൂടെ ഒളിച്ചോടി. കൊല്ലിഞ്ഞനോ? അന്ന് തന്നെ പടിയടച്ച് പിണ്ടം വെച്ചു വലിയ തമ്പുരാൻ. ഓഹോ. അതിനുശേഷം കോവിലകവുമായി ആ സ്ത്രീക്ക് ഒരു ബന്ധവുമില്ലെന്ന കേട്ടറിവ്. അപ്പോ അവരാരും അവകാശം പറഞ്ഞു വന്നില്ലേ? എവിടെ? വലിയ തമ്പുരാൻ സ്ട്രോക്ക് വന്ന് കിടപ്പായപ്പോ ഭരണം മുഴുവൻ അശോകവർമ്മ തമ്പുരാൻ ഒറ്റയ്ക്കായി. പറയാതിരിക്കാൻ കഴിയില്ല, തങ്കപ്പെട്ട സ്വഭാവമാ. ഇട്ടുമൂടാനാവാത്ത സ്വത്തുക്കൾ മുഴുവൻ അനുഭവിക്കാനും വേണം ഒരു യോഗം. അത് ശരിയാ. ഈ ഇറങ്ങിപ്പോയ സഹോദരിയുടെ മക്കളാരും അവകാശം പറഞ്ഞ് ഇങ്ങോട്ട് വന്നില്ലേ? ഇല്ലെന്നാ കേട്ടിട്ടുള്ളത്. അതില് 2 ആൺമക്കളും 3 പെൺമക്കളുമാ. 2 ആൺമക്കളും കിഴങ്ങന്മാരെന്നാ കേട്ടത്. ഇവിടത്തെ ഒരു പഴയ സ്റ്റാഫ് ഉണ്ട്, അയാള് പറഞ്ഞോണ്ടാ. ഞാൻ രാജാവായിട്ട് വേണം ആ തെണ്ടിയെ പിടിച്ച് ആദ്യം പുറത്താക്കാൻ. അല്ല, ആ മക്കൾ ആരെങ്കിലും സ്വത്ത് ചോദിച്ചോ വിഹിതം അവകാശപ്പെട്ടോ വന്നാല് ഈ തമ്പുരാന് കൊടുത്തല്ലേ പറ്റൂ, അല്ലേ? പിന്നല്ലാതെ സ്വത്തിന്റെ പകുതി അവകാശം അവർക്കൂടെ ഉള്ളതല്ലേ? പിന്നെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കഥ. നിങ്ങളെന്താ കഥ എഴുത്തുകാരനാണോ? കഥ എഴുതേണ്ടി വരും. ഒരു ഉഗ്രൻ തിരക്കഥ. അതിലെ നടനും എഴുത്തുകാരനും സംവിധായകനും ഈ പ്രകാശം തന്നെയായിരിക്കും. കേട്ടടോ? പ്രകാശോ?
നേരത്തെ രാജയെന്നോ മറ്റോ അല്ലേ പറഞ്ഞത്? അതെ, രാജ രാജ വി പ്രകാശ്. ആ, 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 അതെ, ഇവിടെ എന്തെങ്കിലും ജോലി സംഘടിപ്പിച്ചു തരാൻ പറ്റുമോ? ഒരു വഴിയുമില്ല. നോ വേക്കൻസി ബോർഡ് അകത്ത് വെച്ചിട്ടുണ്ട്. അല്ല, നമുക്ക് ജോലിയൊന്നും ഇല്ലേ? ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു. ഇനിയാ ഞാൻ വലിയ കമ്പനിയുടെ ജോലിക്കാരനാകാൻ പോകുന്നത്. താൻ എന്തൊക്കെയാ പറയുന്നേ? താനല്ലടോ സർ, കോൾ മീ സർ. അല്ല, തമ്പുരാൻ, പ്രകാശവർമ്മ തമ്പുരാൻ. ഞാൻ നേരത്തെ ഓട്ടോയിലല്ലോടെ വന്നത്. കുറച്ച് കഴിഞ്ഞ് വരുന്നതേ വില പിടിപ്പുള്ള കാറിലായിരിക്കും. തന്നെ കൊണ്ട് ഞാൻ സല്യൂട്ട് അടുപ്പിക്കണോ? അടുപ്പിക്കും ഞാൻ. ഈ പ്രകാശവർമ്മ തമ്പുരാൻ പോട്ടടോ. തനിക്കെന്താ വട്ടുണ്ടോ? വട്ടാർക്കാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇൻഫർമേഷൻ തന്നതിന് നന്ദി. അയ്യോ വേണ്ട സാറേ, ഐ. ഇവിടെ ചുറ്റും ക്യാമറ ഉള്ളതാ. സാറിന് തരണമെന്ന് നിർബന്ധമാണെങ്കിൽ അടുത്തൊരു പെട്ടിക്കടയുണ്ട്. അവിടെ സെക്യൂരിറ്റി സന്തോഷിന് കൊടുക്കാനെന്ന് പറഞ്ഞ് സാർ കൊടുത്താ മതി. ആ, താനാണ് കൊള്ളാലോ. ഇവിടെ കേറിയാല് ആദ്യം ഞാൻ ഇവനെ പുറത്താക്കും. അമ്മാവനെ മുടിപ്പിക്കാൻ വേണ്ടി ജനിച്ചവൻ. ഓ, ഇയാൾ ആരാണെന്നൊരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ. പറയാനുള്ളത് മുഴുവനും പറയുകയും ചെയ്തു. ഇനി വല്ല CBI മറ്റോ ആണോ? ആരായി നേരത്ത്?